ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്നിട്ട് അമ്മയോട് ചോദിക്കാനുള്ളത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കും. മാഡത്തിന്റെ ഈ പ്രായത്തിനിടയില് മറ്റാരേക്കാളും കൂടുതല് മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ ഞാനേ മാഡത്തിന്റെ ബോഡി ഗാർഡായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ മാഡത്തെ കൊണ്ടു നടന്ന്. ഒരാള് പോലും മാഡത്തെ കുറ്റം പറയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാഡം എനിക്കൊരു ദേവിയാണെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. മാഡം എനിക്കൊരു ദേവി തന്നെയാ. മാഡത്തെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നും ജീവനാണെന്നും മാഡത്തിന് അറിയോ? മാഡത്തെ കല്യാണം കഴിച്ചത് ഒരു സ്വപ്നമാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്നെ താലിയിട്ടത് സ്വമനസ്സോടെ ആണോ എന്ന്. അതിന് മറുപടിയില്ല. മറ്റൊരാള് പറഞ്ഞിട്ട് എന്നെ ജീവിതത്തിലേക്ക് വിളിച്ചത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മാഡത്തിന്റെ അമ്മ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ മാഡത്തെ കല്യാണം കഴിച്ച. അത് മാഡത്തിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. മാഡം, യു ആർ നോട്ട് ജസ്റ്റ് മൈ ലവ്. ഐ കനോട്ട് ഹാവ് എ വേൾഡ് വിത്തൗട്ട് ഋതിക മാഡം. രാജു കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ? എന്ത് കുടിച്ചു? ആൽക്കഹോൾ. കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. കള്ളോ? ഞാനോ? ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആ സാധനം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. കൈ കൊണ്ട് തൊട്ടിട്ടില്ലായിരിക്കും, പക്ഷെ വാ കൊണ്ട് കുടിച്ചിട്ടുണ്ട്. മാഡം, ഈ എല്ലാ കുറ്റങ്ങളും എന്റെ മേൽക്ക് അടിച്ച് ഏൽപ്പിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞ സത്യം. ഈ മുറിക്കകത്ത് കള്ളിന്റെ മണം. മാഡം, ഒന്ന് ശബ്ദം കുറച്ച് പറ. എന്റെ അച്ഛനും അമ്മയൊക്കെ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ, ചെയ്ത കാര്യമല്ലേ ഞാൻ പറയുന്നത്. ഞാൻ കാരണം രാജു കള്ളുകൂടിയും തുടങ്ങി. അമ്മ പറഞ്ഞത് വെച്ച് രാജുവിന്റെ ജീവിതം തകർക്കരുതായിരുന്നു. ഇപ്പൊ ഞാൻ കാരണം മറ്റൊരാളുടെ ജന്മം കൂടി തൊലച്ചില്ലേ മാഡം? എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കള്ളൂടിയും തുടങ്ങിയല്ലേ? അൺകൾച്ചേർഡ്. മാഡം, സോറി. സോറിയോ? ആർക്ക് വേണം സോറി? നാട്ടിൽ നടക്കുന്ന ചില യൂസ്ലെസ്സുകളെ പോലെ കള്ളു കുടിക്കാൻ തുടങ്ങി. അന്തസ് മാന്യതയുള്ള വേണുങ്ങളുടെ രാധമ്മയുടെ മോൻ, വിദ്യാഭ്യാസ മന്ത്രിയുടെ PA, നാട്ടിലെല്ലാവർക്കും മതിപ്പുള്ള മിസ്റ്റർ രാജു വേണുഗോപാൽ. മാഡം, ക്ഷമിക്കണം മാഡം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? എല്ലാ ആൽക്കഹോളിസ്റ്റുകളും പറയുന്ന വാക്കാ ഇത്. എന്റെ പൊന്ന് മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ പൊന്നെന്നോ വെള്ളിയെന്നോ വിളിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. കള്ളൂടിയന്മാരുടെ കുമ്പസാരം എനിക്കിനി കേൾക്കാൻ വേണ്ട. അയ്യോ മാഡം, പ്ലീസ് എന്നെ കള്ളൂടിയാനൊന്നും വിളിക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. കുടിച്ച് വെളിവില്ലാതെ വന്നിട്ട് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ രാജു? ദേ, എനിക്കൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാനുണ്ട്. കുടിച്ച് ഓടയിൽ വീഴുന്ന ദിവസം
മുൻപ് എന്നെ ഒന്ന് അറിയിച്ചേക്കണം. മാഡം എനിക്കേ ഈ സ്റ്റേറ്റ് വിട്ട് പോവാനാ. മാഡം 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 പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളു കുടിച്ചതല്ല. പിന്നെ അതൊക്കെ പിന്നെ പറയാം മാഡം. ഇപ്പൊ എന്താ പറയാ മടി? മാഡം അത് ഇങ്ങനെ എന്നെ അടിക്കാൻ ഒരു വടി കിട്ടിയിരിക്കുന്ന സമയത്ത് മാഡത്തിനോട് ഞാൻ എന്ത് പറഞ്ഞാലും മാഡം അത് വിശ്വസിക്കില്ല. നുണ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. മാഡം പ്ലീസ്, ഞാൻ മാഡത്തോടെ നല്ല, ഞാൻ ആരോടും നുണ പറയില്ല. എന്നിട്ടാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നെ കല്യാണം കഴിച്ചെന്നുള്ള സത്യം പറയാതിരുന്നത് അല്ലേ? മാഡം എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ മാഡത്തോട് ഇന്നലെ എന്റെ ഹൃദയം തുറന്ന് സംസാരിക്കാനാ വന്ന. അതെന്റെ കഷ്ടകാലത്തിന് ഫ്ലോപ്പായി പോയി. മാഡം മാഡം കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. എനിക്ക് മാഡത്തിനോടുള്ള പ്രണയത്തെപ്പറ്റി ഇപ്പൊ തന്നെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. ഇതെന്താ ഇവിടെ പ്രസംഗിക്കാൻ പോവാണോ? അല്ല മാഡം, ഇനി ഞാൻ പറയാൻ പോകുന്നത് മാഡം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യ. എനിക്ക് ഒന്നും കേൾക്കണ്ട. രാജുവിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം. മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് വരുത്തണം. അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിക്കോളാം. ആക്ട് ചെയ്ത പോരെ? അത് ഞാൻ ഏറ്റു. നമ്മൾ തമ്മില് വളരെ ഹാപ്പിയായ മാരേജ് ലൈഫാണെന്ന് കാണിക്കാൻ എല്ലാവരുടെ മുൻപില് വളരെ നാച്ചുറലായ ആക്ടിങ്. അതുപോലെ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്നിട്ട് അമ്മയോട് ചോദിക്കാനുള്ളത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കും. എന്തിനായിരുന്നു എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളിനോട് എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചതെന്ന്? മാഡം, മാഡത്തെ എനിക്ക് ഇഷ്ടമല്ലെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞ്? ഇനി ആര് പറയണം? ഇനി എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇത്രയും നാളും ഞാൻ എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്ത് ജീവിച്ചു. പിന്നെ പ്രണയം തോന്നിയവന്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചു. എന്നെ ഞാൻ തന്നെ അവഗണിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല.